നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി അനുകൂലമായുള്ള സാഹചര്യങ്ങൾ എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി പ്രത്യേകിച്ചും തൊഴിൽ മണ്ഡലങ്ങളിൽ ഇനി ക്രമാനുഗതമായിട്ട് പുരോഗതി ഉതകുന്ന വിധത്തിൽ പണം മുതൽ മുടക്കാൻ തീരുമാനിക്കും. അതായത് സമയബന്ധിതമായിട്ട് 1, 2, 3 മാസം കഴിഞ്ഞിട്ട് പണം മുതൽ മുടക്കുകയും എന്നാൽ 6 മാസത്തിന് ശേഷം അതിന്റെ പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിൽ കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാനും ഇടയുണ്ട്. റോഡ് വികസനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴിയും ഒരുപക്ഷെ ഭൂമി വിൽപ്പന തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടവരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ആധുനിക പ്രചരണ രീതികളും അതുപോലെ തന്നെ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ജൂൺ മാസം മുതൽ 1 വർഷത്തേക്ക് ഇനിയും ഒരു ധ്രുവീകരണത്തിന് തയ്യാറായിക്കൊണ്ട് വിപുലമാക്കുവാനുള്ള തീരുമാനത്തിന് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസ്വര രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് അപേക്ഷകൾ നൽകിയവർക്ക് ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം പ്രവേശനം ലഭിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തന്നെ പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാൻ അനുമതി വന്നു ചേരുവാനിടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള സ്ഥാനക്കയറ്റത്തോടുകൂടിയും തൃപ്തിയായുള്ള വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുക്കുവാനുള്ള അവസരം വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനും ഒരുപക്ഷെ ചിങ്ങമാസത്തിൽ ഓണക്കാലത്തിനോടനുബന്ധിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പകർച്ചവ്യാധി പിടിപെടുന്നതിനാൽ 4-5 ദിവസം ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം വിലയിരുത്തി വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം വിൽപ്പന ചെയ്ത് വിപണന വിതരണ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആധുനിക പ്രചരണ രീതികൾക്ക് വിപുലമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുവാനും ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറയുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. അഥവാ ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വ്യക്തി പ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരങ്ങൾ വന്നു ചേരും. ഇതിന് പൂർണ്ണ പിന്തുണ ഉടമസ്ഥരിൽ നിന്നും വന്നു ചേരുവാൻ ഇടയുണ്ട്. നിഷ്കർഷയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി പല വിധത്തിലുള്ള ജീവിത ഘട്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. പുനരധിവാസത്തിന് സാഹചര്യങ്ങളുണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ ലഭിക്കുക വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഏറ്റവും ഉദാത്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈനായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം ശങ്ക കൂടാതെ തന്നെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനും ദേഹത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് ഈ കർമ്മമണ്ഡലങ്ങളെ പറ്റിയിട്ട് പഠിക്കുവാനും ഒരുപക്ഷെ 5-6 മാസം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും
ഭാവിയിലേക്ക് ഇനി മുതൽ ഈ കർമ്മമണ്ഡലങ്ങളാണ് വിജയിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു ലഭിക്കുവാൻ അവസരം വന്നു ചേരും. നിബന്ധനകൾക്ക് വിധേയമായിട്ട് പുതിയ പാഠ്യപദ്ധതിയിൽ ചേരുവാൻ പല വിദ്യാർത്ഥികൾക്കും അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിനായിട്ട് സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും ഗുണകരമായി തീരുവാനിടയുണ്ട്. പുതിയതായുള്ള കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ പല വിധത്തിലുള്ള സഹായങ്ങൾ വന്നു ചേരുവാനിട വരും. സ്വയം നിക്ഷിപ്തമായുള്ള ചുമതലകൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കൃതാർത്ഥതയും സമാധാനവും അതിലുപരി സർവസ്വീകാര്യതയും വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, കായികം, സാഹിത്യം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ തീരുമാനിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും ആധുനിക കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കാനുമുള്ള അവസരം വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വഴിയൊരുക്കുവാനും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം മേലധികാരികളിൽ നിന്നും വന്നു ചേരുന്നത് വഴി ഇനി മുതൽ ഒരു വർഷത്തേക്ക് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് തന്നെ, അതായത് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിലോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഗൃഹത്തിലോ മാറ്റി പാർപ്പിച്ചുകൊണ്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിക്കാൻ തീരുമാനിക്കും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ഒരു വർഷമായിട്ട് വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി നേട്ടവും സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വരുന്നത് ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള പദ്ധതിയോടുകൂടി, ഭരണ പദ്ധതിയോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിക്കും. അതാത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ദുശ്ശീലങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തീരുമാനിക്കും. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പൂർവാർജിത സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനായിട്ട് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് തുടങ്ങുവാൻ എന്നുള്ള സങ്കല്പത്തോടുകൂടി വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം അതിനുവേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. ആശ്രിതമായിട്ടുള്ള ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ തൽക്കാലം ജോലി രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഈ കർമ്മമണ്ഡലങ്ങൾ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാം. അല്ലാത്ത പക്ഷം ഒരു വർഷത്തേക്ക് ജോലി ഉപേക്ഷിച്ചാൽ ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാകുവാൻ ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ സാധിക്കും. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരിൽ നിന്നും നിഷേധാത്മകമായുള്ള നിലപാടുകൾ പല മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ എല്ലാം സ്വീകരിക്കാം. പക്ഷെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവലംബിച്ചുകൊണ്ടും ഏറ്റെടുത്തുകൊണ്ടും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടും സ്വയമേവ ധ്രുവീകരിക്കാൻ തീരുമാനിക്കുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്.
ജോലിയോടൊപ്പം പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ജനക്ഷേമത്തിന് ഉതകുന്ന വിധത്തിൽ ക്രമീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ പുതിയതായിട്ടുള്ള പല ആശയങ്ങളും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും മുൻകാല പരിചയമുള്ള മേലധികാരികൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിച്ചുകൊണ്ടും ആധുനിക സംവിധാനം കോർത്തിണക്കിക്കൊണ്ടും ചില കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ അവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനും വേറെ ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഇടയുണ്ട്. യാത്രാക്ലേശം വർദ്ധിക്കുന്ന വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാൻ അവസരം വന്നു ചേരും. ആത്മവിശ്വാസക്കുറവിനാൽ സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും, അതായത് രേഖാപരമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഏതൊരു കാര്യങ്ങളും കാര്യകാരണ സഹിതം മനസ്സിലാക്കിക്കൊണ്ടും പ്രായോഗിക വശം ചിന്തിച്ചുകൊണ്ടും ഏറ്റെടുക്കുകയും അവലംബിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. അതായത് പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ. വാത, നാഡി, ഉദര രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ചിലർക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ, മറ്റു ചിലർക്ക് പ്രകൃതി ആയുർവേദ ചികിത്സകളെല്ലാം തുടങ്ങി വയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികൾ പറയുന്ന കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. തൊഴിൽ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് സഹപ്രവർത്തകർക്കും കീഴ് ജീവനക്കാർക്കൊക്കെ തന്നെ അതാത് മേഖലയിൽ പ്രാവീണ്യം നേടുവാനായിട്ട് പരിശീലനത്തിന് വേണ്ടി മറ്റ് ചില സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രവർത്തന പുരോഗതി വിലയിരുത്തി പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും ഒരു വർഷത്തേക്ക് ഒരു പരിധിയിലധികം പണം കടം കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടമുണ്ടാകും, വളരെ കുറയും എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയും അവർക്ക് ജീവിതത്തിന് ഉതകുന്ന വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഒരു പക്ഷേ പല യൂണിവേഴ്സിറ്റികളും ഫീസൊക്കെ കൂടുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കും പ്രവേശനം ലഭിക്കാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ബന്ധം പുനരാരംഭിക്കുവാനും ഒരുമിച്ച് താമസിക്കാനുള്ള അവസരം സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി തിരിച്ചു ലഭിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത് വഴി ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകുവാൻ സാധ്യത കാണുന്നുണ്ട്. അബദ്ധങ്ങൾ ഒരു പരിധിവരെ അതിജീവിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ മേഖലകളിലും കുടുംബത്തിലും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്തി ശ്രദ്ധ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനിടയുണ്ട്. തണുപ്പ് രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക്, അങ്ങനെയുള്ള രാഷ്ട്രത്തിലേക്ക് മാറുവാനായിട്ട് ജോലിക്ക് പരിശ്രമിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായുള്ള ഉദ്യോഗം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അന്വേഷണത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ചെലവ് വർദ്ധിക്കുമെന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലത്തേക്ക് പിന്മാറുവാനോ മാറ്റിവെക്കുവാനോ അവസരമുണ്ടാകുവാനും
ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.